ഒരു വിറ്റാമിന്റെ കുറവുണ്ടോ? എന്നാൽ അലർജി മാറാൻ ബുദ്ധിമുട്ടാണ്. അലർജിയുള്ള 60% ആളുകളിലും വിറ്റാമിൻ ഡി നല്ല കുറവാണ്. ഈ വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുടനീളം നല്ല നീർക്കെട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അലർജിയിലെ പ്രധാനപ്പെട്ട കാരണവും ഈ നീർക്കെട്ട് തന്നെയാണ്. മൂക്കിലെ സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന ഈ നീർക്കെട്ട് കാരണമാണ് നമുക്ക് തുമ്മല്, മൂക്കൊലിപ്പ് എല്ലാം നന്നായിട്ട് ഉണ്ടാവുന്നത്. നിങ്ങൾ ഏത് ട്രീറ്റ്മെന്റ് ചെയ്താലും തീർച്ചയായിട്ടും നിങ്ങൾ വിറ്റാമിൻ ഡിയുടെ ടെസ്റ്റ് ചെയ്തിരിക്കണം. ഇതൊരു ബ്ലഡ് ടെസ്റ്റ് ആണ്. 25 ഹൈഡ്രോക്സി വിറ്റാമിൻ ഡി എന്നൊരു ടെസ്റ്റ് ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് കുറവുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പം നല്ല കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് നല്ല കുറവാണെങ്കിൽ അതിന്റെ സപ്ലിമെന്റ്സ് നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ്. വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവുക, ജോയിന്റ് പെയിൻസ് ഉണ്ടാവുക, ബാക്ക് പെയിൻ ഉണ്ടാവുക, അതോടൊപ്പം തന്നെ മൂഡ് സ്വിങ്സ്, പ്രത്യേകിച്ച് ഡിപ്രഷനും ആൻസൈറ്റി ഉണ്ടാവാനും നമുക്ക് അസുഖങ്ങൾ തുടരെ ഉണ്ടാവാനും ഒരു പ്രധാന കാരണമാണ് ഈ വിറ്റാമിൻ ഡി കുറഞ്ഞാൽ. അലർജിയോടൊപ്പം ഇത്തരം ബുദ്ധിമുട്ടുകൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വിറ്റാമിൻ ഡിന്റെ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. വിറ്റാമിൻ ഡി സപ്ലിമെന്റ്സ് നമ്മൾ അലർജിയുടെ ട്രീറ്റ്മെന്റിന്റെ കൂടെ കഴിക്കുമ്പോൾ അലർജി നമുക്ക് പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്.